നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം പൂയം നക്ഷത്രത്തെ കുറിച്ചാണ്. പൂയം നക്ഷത്രക്കാരുടെ 2026 ഓഗസ്റ്റ് മുതൽ 2027 ഓഗസ്റ്റ് വരെയുള്ള വാർഷിക ഫലമായിട്ടാണ് പറയുന്നത്. അതായത് തിരുവോണ വർഷഫലം, കൊല്ലവർഷം 1202 ആണ്ട് കലണ്ടർ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഫലമാണ് പറയുന്നത്. ഈ പൂയം നക്ഷത്രം എന്ന് പറയുന്നത് സത്യസന്ധതയുടെയും മറ്റുള്ളവരെ സേവിക്കുന്നതിനും മറ്റുള്ളവരെ സഹായിക്കുന്നവരും നീതിബോധമുള്ളവരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാർക്ക് വരുന്ന ഒരു നക്ഷത്രമാണ്. ഈ നക്ഷത്രക്കാരുടെ കൂടുതൽ ഫലങ്ങൾ അറിയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് 2026 ഓഗസ്റ്റ് മുതൽ 2026 ഡിസംബർ വരെ ഉള്ള നിങ്ങളുടെ തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ സംസാരിക്കുകയാണ്. അടിസ്ഥാനം നിങ്ങൾ ഉറപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തില് ജോലിയിൽ പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ടീച്ചിങ്ങില്, സർക്കാർ ജോലിയിലൊക്കെ നിങ്ങൾക്ക് നല്ലൊരു ഭാവി കാണുന്നുണ്ട്. ബാങ്കിങ്, ഹോസ്പിറ്റല്, സോഷ്യൽ സർവീസ് എന്നിവയിലുള്ളവർക്കൊക്കെ നല്ലൊരു സമയമാണ്. സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ സമയം സർക്കാർ ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനുവേണ്ടി ഒന്ന് ശ്രദ്ധിക്കുക. ഒക്ടോബർ 31 വ്യാഴം കർക്കിടകത്തിലേക്ക് എത്തുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ വ്യാഴം പൂയത്തില് 1ാം ഭാവത്തിലാണ് വരുന്നത്. ആത്മവിശ്വാസം അതുകൊണ്ട് കൂടുന്നതാണ്. ആരോഗ്യമെല്ലാം വന്നു ചേരുന്നതാണ്. സെപ്റ്റംബർ നവംബർ മാസത്തില് ചെലവ് സ്വല്പം കൂടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അത് കുടുംബകാര്യങ്ങൾക്കാവാം, കുട്ടികളുടെ കാര്യത്തിന്, വീട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക്, അതായത് വീട് വാങ്ങുവാനും വിൽക്കുവാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യമൊക്കെ ഈ സമയത്ത് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെലവുകൾ സ്വല്പം വർദ്ധിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഡിസംബറിലേക്ക് എത്തുമ്പോഴേക്കും നിങ്ങളുടെ വരുമാനമൊക്കെ ഒന്ന് കൂടുന്ന ഒരു സമയമാണ്. പഴയ കടങ്ങളൊക്കെ നിങ്ങൾക്ക് തീർക്കുവാൻ കഴിയുന്ന ഒരു സമയമാണ്. ബന്ധങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഈ 2026 ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെ കുടുംബത്തിലെ ഐക്യമൊക്കെ ഉണ്ടാവുന്നതാണ്. വിവാഹം ആലോചിക്കുന്നവർക്കൊക്കെ നല്ലൊരു സമയമാണ്. പ്രണയബന്ധങ്ങളൊക്കെ ഊഷ്മളമാവാനുള്ള സാധ്യത വളരെയേറെയാണ്. നവംബർ ഡിസംബർ മാസത്തില് വിവാഹം ആലോചിക്കുന്നത് വളരെ നല്ലതാണ്. വിവാഹമാകാത്തവർക്ക് വിവാഹമാകുന്ന ഒരു സമയമാണ്. നിങ്ങൾ ടെൻഷനുകൾ ഈ സമയത്ത് ഒഴിവാക്കേണ്ടതാണ്. ആരോഗ്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. യോഗയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇനി നമ്മൾ 2027 ജനുവരി 2027 ജൂൺ വരെയുള്ള ഒരു സമയത്തെ കാര്യമെടുക്കുകയാണെങ്കിൽ ഈ സമയത്ത് അംഗീകാരം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ വളർച്ചയും ഉണ്ടാവുന്നതാണ്. നിങ്ങൾക്ക് 2027 ഒരു സുവർണമായിട്ടുള്ള ഒരു വർഷമായിട്ടാണ് കാണുന്നത്. ജനുവരി 24 മുതൽ വ്യാഴം കർക്കിടകത്തിൽ പൂയത്തിന്റെ ലഗ്നത്തിൽ തന്നെ നിൽക്കുകയാണ്. ആ സമയത്ത് പ്രൊമോഷന്, പുതിയ ജോലി, ബിസിനസ്സിലെ വളർച്ചയൊക്കെ ഉണ്ടാവുന്നുണ്ട്. വിദേശ യാത്രയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ നടക്കുന്നതാണ്. ഉയർന്ന പഠനത്തിനൊക്കെ യോഗം ഉണ്ടാകുന്ന ഒരു സമയമാണ്. വിദ്യാർത്ഥികൾക്കൊക്കെ നല്ലൊരു സമയമായിട്ടാണ് കാണുന്നത്. ഏപ്രിൽ ജൂൺ മാസത്തില് പുതിയ നേതൃസ്ഥാനമൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ഫെബ്രുവരി മെയ് മാസം വരെയൊക്കെ നിങ്ങൾക്ക് നല്ല വരുമാനം വരുന്നതാണ്. ഈ സമയത്ത് നിക്ഷേപമൊക്കെ നടത്താൻ പറ്റിയൊരു സമയമാണ്. സ്വത്ത് വാങ്ങാനും പറ്റിയൊരു സമയമാണ്. പുതിയ പുതിയ വാഹനങ്ങളൊക്കെ വാങ്ങുവാനും പറ്റിയൊരു സമയമാണ്. എന്നാൽ ജൂൺ ജൂലൈയിൽ നിങ്ങൾക്ക് അനാപത്ത് ചെലവുകളൊക്കെ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. ജനുവരി മാർച്ച് മാസങ്ങളില് ദാമ്പത്യ ജീവിതം കൂടുതൽ സന്തോഷകരമാവുന്നതാണ്. പ്രണയവിവാഹമൊക്കെ നടക്കാനിരിക്കുന്നവർക്ക് പ്രണയവിവാഹമൊക്കെ നടക്കുന്നതാണ്. സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് ജനുവരി മുതൽ മെയ് വരെ വിവാഹയോഗം നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ 2026 നവംബർ മുതൽ 2027 മെയ് വരെ നിങ്ങൾക്ക് വിവാഹയോഗമുണ്ട്. വിവാഹമാകാത്തവരുടെ വിവാഹ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. അമിതമായിട്ടുള്ള ആത്മവിശ്വാസം കൊണ്ട് തെറ്റായ തീരുമാനങ്ങളൊന്നും പോയി എടുക്കരുത്. ചെറിയ ചെറിയ പിഴവുകളൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് പണവും കുടുംബത്തിൽ കൂടുതൽ സന്തോഷവും ഒക്കെ വരുമ്പോൾ നമ്മൾ മാനസികമായിട്ട് തന്നെ ഒരു അഹങ്കാരമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന് മാറ്റി കൃത്യമായിട്ടൊന്ന് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവുക. 2027 ജൂലൈ ഓഗസ്റ്റ് മാസത്തിലെ ഫലം എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഫലങ്ങളെല്ലാം കൊയ്യുന്ന ഒരു സമയമായിരിക്കും. നിങ്ങൾ ഇത്രയും നാളും ചെയ്തിട്ടിരുന്ന അടിസ്ഥാനത്തിൽ നിന്ന് നിങ്ങൾക്ക് ഫലങ്ങളൊക്കെ വരുന്നതാണ്. ജൂലൈ ചെയ്ത ജോലിക്കുള്ള അംഗീകാരവും അവാർഡും എല്ലാം ലഭിക്കുന്ന ഒരു സമയമാണ്. മേലധികാരിയുടെ പ്രശംസയൊക്കെ ഉണ്ടാവുന്നതാണ്. സ്വയം തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ്സിലൊക്കെ നിങ്ങൾക്ക് ഗണ്യമായ വർധനവ് വരുന്നതാണ്. ലാഭമൊക്കെ വരുന്ന ഒരു സമയമാണ്. ഓഗസ്റ്റില് പുതിയ ഓഫർ, ബിസിനസ് പുതിയതായിട്ട് തുടങ്ങാനൊക്കെ പറ്റുന്ന ഒരു സമയമാണ്. അതിനൊക്കെയുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. ജൂലൈ ഓഗസ്റ്റില് സേവിങ്സ് ഒക്കെ നിങ്ങൾക്ക് കൂട്ടാൻ പറ്റിയൊരു സമയമാണ്. അതൊന്ന് ശ്രദ്ധിക്കുക. വീട്, വാഹനം, സ്വർണം ഒക്കെ ഇവയൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. ഇതൊക്കെ വാങ്ങാൻ പറ്റുന്ന ഒരു അവസരമാണ്.
ഭവനത്തിൽ സന്തോഷ വാർത്തയൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ്. വിവാഹമൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. ഗൃഹപ്രവേശ കർമ്മമൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ്. സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധമൊക്കെ ദൃഢമാകുന്ന ഒരു സമയം കൂടിയാണ്. ആരോഗ്യം പൊതുവെ നല്ലതാണ്, എങ്കിലും ക്ഷീണമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, അലർജി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ വ്യാഴം നിങ്ങൾക്ക് 1ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. വിദേശ വാസയോഗമൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ട്. 2027 ജനുവരി 24 മുതൽ 2028 ജനുവരി 15 വരെ കർക്കിടകം 1ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. അത് പൂയത്തിന് ഏറ്റവും നല്ല ഭാഗ്യങ്ങൾ കൊണ്ടുവന്നു തരുന്നതാണ്. ആരോഗ്യമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. പേര് പ്രശസ്തി എല്ലാം ഉണ്ടാകുന്ന ഒരു സമയമാണ്. ശനിയുടെ സ്ഥാനം 2025 മാർച്ച് 29 മുതൽ ജൂൺ 2 വരെ മീനത്തിൽ 9ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭാഗ്യം വരുന്നു ചേരുവാനും പൂർവികന്മാർ വഴി സഹായം ഉണ്ടാകുവാനും ഒക്കെ ഉള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. കഠിനാധ്വാനത്തിന് ഫലമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. 2027 ജൂൺ 2 മുതൽ ശനി മേടം 10ാം ഭാവത്തിലേക്ക് മാറുകയാണ്. അതുകൊണ്ട് തന്നെ കരിയറിൽ ഒരു സ്ഥിരത നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. പ്രമോഷനൊക്കെ കിട്ടുന്നതാണ്. രാഹു കേതുക്കളുടെ സ്ഥാനം എന്ന് പറയുന്നത് 2026 നവംബർ 25 വരെ രാഹു കുംഭം 8ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്നുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതിൽ രഹസ്യ ഭാവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പുറത്താവാതെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. 2026 നവംബർ 25 മുതൽ രാഹുവിന്റെ സ്ഥാനം മകരം 7ാം ഭാവത്തിലേക്ക് മാറുന്നത് കൊണ്ട് ബിസിനസ്സിലൊക്കെ നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാവുന്നുണ്ട്. പങ്കാളിത്ത ബിസിനസ്സിലൊക്കെ കൂടുതൽ ഉയർച്ച ഉണ്ടാവുന്നുണ്ട്. വിവാഹമാകാതിരുന്നവരുടെ വിവാഹമൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് നിങ്ങൾ ഈഗോ കുറയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. നിങ്ങളുടെ ഏറ്റവും ഭാഗ്യമുള്ള നിറങ്ങൾ എന്ന് പറയുന്നത് മഞ്ഞയും വെള്ളയുമാണ്. ഈ മഞ്ഞയും വെള്ളയും നിങ്ങൾ നിങ്ങളുടെ വസ്ത്രങ്ങളിൽ ഉൾപ്പെടുത്തുകയോ കയ്യിൽ കരുതുകയോ ചെയ്യുന്നത് വളരെ നല്ലതാണ്. നിങ്ങളുടെ ലക്കി ദിവസം എന്ന് പറയുന്നത് വ്യാഴവും തിങ്കളുമാണ്. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ല അനുഭവങ്ങൾ ഉണ്ടാവുന്നതാണ്. ലക്കി നമ്പർ നിങ്ങൾക്ക് 3, 2 എന്നിവയാണ്. ഈ 3ഉം 2ഉം നമ്പറുകൾ വരുന്ന ദിവസങ്ങളൊക്കെ തിരഞ്ഞെടുക്കുന്നത് വളരെ നല്ലതാണ്. അതായത് 3, 13, 23 അങ്ങനെയുള്ള തീയതികൾ, അല്ലെങ്കിൽ 2, 12, 22, അവസാനം 2 അല്ലെങ്കിൽ 3 വരുന്ന തീയതികൾ തിരഞ്ഞെടുക്കുന്നത് വളരെ നല്ലതാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അമിതമായി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന സ്വഭാവം നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. സ്വന്തം ആരോഗ്യം നോക്കുക. ബിസിനസ്സിലൊക്കെ ചെറിയ പാളിച്ചകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അത് സംസാരിച്ച് പരിഹരിക്കേണ്ടതുണ്ട്. വലിയ നിക്ഷേപങ്ങളും കരാറുകളും ഒക്കെ എടുക്കുമ്പോൾ ഒന്നിലധികം തവണ ആലോചിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ തെരഞ്ഞെടുക്കുക. നമ്മൾ ചുരുക്കത്തിൽ ഒന്ന് പൂയം നക്ഷത്രത്തെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 2026 ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെ തയ്യാറെടുപ്പുകൾ ആവശ്യമുണ്ട്, കഠിനാധ്വാനവും ആവശ്യമുണ്ട്. അതോടെ നിങ്ങൾ വിജയത്തിലേക്ക് എത്തുന്നതാണ്. 2027 ജനുവരി മുതൽ ജൂൺ വരെ നിങ്ങൾക്ക് ഭാഗ്യത്തിന്റെ വളരെ അനുകൂലമുള്ള ഒരു സമയമാണ്. ഈ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്താലും അത് വിജയിക്കുന്നതാണ്. 2027 ജൂലൈ ഓഗസ്റ്റ് മാസത്തിലേക്ക് എത്തുമ്പോൾ അംഗീകാരം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സാമ്പത്തിക നേട്ടവും വരുന്നതാണ്. ഇത്രയും ഉള്ള ഒരു ഫലം നമ്മൾ നോക്കി പറയുമ്പോൾ പൂയം നക്ഷത്രക്കാർക്ക് ഒരു വലിയൊരു ഭാഗ്യത്തിന്റെ വർഷമായിട്ടാണ് കാണുന്നത്. പൂയം നക്ഷത്രക്കാർ എല്ലാ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പേരും പ്രശസ്തിയും പണവും എല്ലാം വന്നു ചേരുന്ന ഒരു സമയമാണ്. ബുദ്ധിയോടെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആജീവനാന്ത കാലത്തേക്കുള്ള സമ്പാദ്യം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു വർഷമാണ്. അപ്പോൾ ഈ തിരുവോണ വർഷഫലം നിങ്ങൾക്ക് എന്തുകൊണ്ടും അനുകൂലമാണ്. ഇത് പൂയം നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ഒരു ഫലമാണ്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.